പന്തീരങ്കാവ് സ്ത്രീധന പീഡന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. കുടുംബത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഭർത്താവിനെതിരെ സ്ത്രീധന പീഡനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതെന്ന് യുവതി മൊഴിമാറ്റിയിരുന്നു. കേസിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. തലയിൽ ഇവിടെ ഒരു 3 ഇടി, ബാക്കിലൊരിടി, നെറ്റിയിൽ, പിന്നെ ചാർജറിൻ്റെ കേബിള് അത് വെച്ച് എൻ്റെ കഴുത്തിൽ മുറുക്കിനെ കൊല്ലാൻ ശ്രമിച്ചു. അപ്പോൾ ആ സമയത്ത് പുള്ളി പറയുന്നുണ്ട് കൊല്ലും കൊല്ലും കൊല്ലും. ആവശ്യമില്ലാത്ത കുറേ അലിഗേഷൻസ്, ഫോൾസ് അലിഗേഷൻസ് ഞാൻ രാഹുലേട്ടൻ്റെ തലയിൽ വെച്ച് കൊടുക്കുമായിരുന്നു. എൻ്റെ തെറ്റാണത്, എൻ്റെ മാത്രം തെറ്റാണ്. ഈ മൊഴിമാറ്റത്തിനിടെയാണ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. സ്ത്രീധന പീഡനവും വധശ്രമവും ഉൾപ്പെടെയുള്ള കടുത്ത ആരോപണങ്ങൾ നേരത്തെ ഉന്നയിച്ചത് കുടുംബത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്ന് യുവതി സത്യവാങ്മൂലത്തിൽ പറയുന്നു. പരാതിക്കാരിയും ഭർത്താവ് രാഹുൽ പി ഗോപാലുമായി സൗന്ദര്യപ്പിണക്കം മാത്രമായിരുന്നുവെന്നും അത് മാറിയെന്നുമാണ് പ്രതിഭാഗത്തിന്റെ വിശദീകരണം. യുവതി സൗന്ദര്യപ്പിണക്കത്തിന്റെ പേരിൽ അവർ പരസ്പരം വേർപിരിഞ്ഞു. ആ പിണക്കം ഇപ്പോൾ തീർന്നു. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ കോഷ് ചെയ്യുന്നതിനുള്ള അഫിഡവിറ്റ് നോട്ടറി അഭിഭാഷകൻ മുമ്പാകെ ഒപ്പിട്ട് എനിക്ക് നൽകിയിട്ടുണ്ട്. ആയത് പ്രകാരം ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കോഷ് പ്രൊസീഡിംഗ്സിനായി ഫയൽ ചെയ്തിട്ടുണ്ട്. കേസിൽ ഒരാഴ്ചക്കുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ഫോറൻസിക് പരിശോധനാ ഫലം കിട്ടിയാലുടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് തീരുമാനം. പരാതിക്കാരിക്ക് പറയാനുള്ള കാര്യങ്ങൾ കോടതിയിൽ പറയട്ടെ എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. മുഹമ്മദ് ഷംസീർ, മീഡിയ 1, കോഴിക്കോട്.